പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിലെ വന്ദനം പറയുന്നു. ദൈവം ധാരാളമായി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ വേണ്ടി നമുക്കിങ്ങനൊരു ഭാഗ്യം നൽകിയ ദൈവത്തിന് അധികമായി നമുക്ക് സ്തുതി കരേറ്റാം. അനേകർക്ക് ഈ ഭാഗ്യമില്ലാതെ വചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാകാതെ ആ ഒരു അവസരമില്ലാതിരിക്കുമ്പോൾ ദൈവം അടിയങ്ങൾക്ക് ഇങ്ങനൊരു ചാൻസ് നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവങ്ങളുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളോട് ഇന്ന് സംസാരിക്കണം. ദൈവം നമ്മളോട് വ്യക്തമായി ചില കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിലും ഗസ്റ്റ് പാസ്റ്ററായിട്ട് വന്ന അദ്ദേഹവും പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൻ്റെ കാര്യങ്ങളും നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങളും തന്നെയാണ് പറഞ്ഞുകൊണ്ട് ഇരുന്നത്. ദൈവം നമ്മളെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മളിൽ നിന്ന് വളരെ നന്മ പ്രതീക്ഷിക്കുന്നത് കൊണ്ട്, വളരെ ഒരു ഒരുക്കവും വളരെ അധികമായിട്ടുള്ള ഒന്നുകൂടെ ഒന്ന് ഒരുക്കപ്പെടുന്ന, ഒന്ന് ഫൈൻ ട്യൂൺ ആകുന്ന ഒരു അവസ്ഥ ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം പ്രാക്ടിക്കലായിട്ടുള്ള ശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ കേട്ട വചനം, നമ്മൾ പ്രത്യേകിച്ച് ആ സാത്താൻ്റെ ഒരു തന്ത്രം, അത് പ്രത്യേകിച്ച് അന്ത്യകാലത്തിൽ അവൻ ചെയ്യുന്ന ആ ഒരു കാര്യം നമ്മളത് പറഞ്ഞ് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, അത് അവൻ തുടക്കം മുതലേ അപ്ലൈ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. ഹല്ലേലൂയ. അതായത് സാത്താൻ എപ്പോഴും നമ്മളെ ദൈവമാക്കാൻ, അതായത് ഇപ്പം നമ്മുടെ തന്നെ ചിന്താഗതിയിലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ആലോചനയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ദൈവമാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ മാസ്റ്ററാണ്, ലോർഡാണ്. അതേസമയം ദൈവം പറയുന്നത് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണമെങ്കിൽ ദൈവം പറയുന്നത് മാത്രമേ അത് ചെയ്യാവൂ, അല്ലെങ്കിൽ ദൈവം പറയുന്നതേ കേൾക്കാവൂ. ദൈവത്തിൻ്റെ കൂടെ വസിക്കണം. ദൈവം പറയുന്ന ആ കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ട് അവൻ പറയുന്നത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളോട് വചനത്തിൽ കൂടെ പഠിപ്പിക്കുന്നത്, പറഞ്ഞു തരുന്നത്. അതേസമയം സാത്താൻ പറയുന്നത്, നീ അങ്ങ് ആയിക്കോ, നിനക്കൊണ്ട് പറ്റും, നീ അത് ചെയ്തോ, യു ക്യാൻ, യു ഹാവ് ദ കപ്പാസിറ്റി, യു ഹാവ് ദ പൊട്ടൻഷ്യൽ. അവൻ ഓർപ്പിച്ച്, അല്ലെങ്കിൽ അവൻ ആ ഒരു ലെവലിൽ ഉള്ള, അതായത് ദൈവമാക്കുന്നതും പൂജാവിഷയമാക്കുന്നതുമായ, ഒന്നുകിൽ നമ്മളെ തന്നെ ദൈവമാക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യം ജനിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരു താല്പര്യം ജനിപ്പിച്ചിട്ട് അതിൻ്റെ പുറകെ പോക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നമ്മളെ നടത്തുന്നതായ ഒരു ടാക്ടിക്സ്, ഇത് സാത്താൻ്റെ ഒരു സിസ്റ്റമാണ്. അത് പണ്ട് മുതലേ തുടങ്ങിയതാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതൊക്കെയും ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നിത്യജീവൻ്റെ ആ ഒരു യാത്രയിൽ നമ്മൾ തന്നെ നമ്മുടെ ഓരോ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വേദഭാഗങ്ങളാണ് ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇന്ന് നമ്മൾ അതേപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് വേറൊരു കാര്യം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ദൈവം നമ്മളോട് ഇടപെടുന്നത്, സംസാരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ, ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് ഇടപെടും. അപ്പോൾ അങ്ങനെ ദൈവം നമ്മളോട് ഇടപെടുന്നതിൻ്റെ ഒരു പ്രത്യേക, അല്ലെങ്കിൽ അതിൻ്റെതായ ചില കണ്ടീഷൻ, അത് നമ്മുടെ ഒരു ചില ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അതിൻ്റെതായ ചില കാര്യങ്ങളാണ് ഇന്ന് ദൈവം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ഒത്തിരി കാര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ദൈവം നമ്മളോട് ഇടപെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വ്യക്തമായ ആവശ്യമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ദൈവം നമ്മളോട് ഇടപെടുവാൻ ദൈവത്തിന് ഉണ്ടായിരിക്കെ നമ്മൾ അത് അനുസരിച്ചിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോ ഒരു സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടുവാൻ കഴിയാതെ വരും.
അതിന് പകരം സാത്താൻ ഈ പറഞ്ഞ മാതിരി അവൻ കള്ളനാണ്, അവൻ ഇടിച്ചു കയറി നമ്മളുടെ തലയിൽ തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതുപോലെ ഒന്നുകിൽ ദൈവികം അല്ലെങ്കിൽ മാനുഷികം, അത് രണ്ടും ഉള്ളൂ. ഈ മാനുഷികത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സാധനം സാത്താനാണ്. അപ്പൊ ദൈവികമായ ഒരു സിസ്റ്റം പ്രത്യേകമായിട്ടില്ലെങ്കിൽ പിന്നെ ഉള്ളത് സാത്താനികമായ, അല്ലെങ്കിൽ സാത്താനായിരിക്കും അതിനകത്ത് ജയമെടുക്കുന്നത്. അല്ലെങ്കിൽ മാനുഷികം എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുമ്പോൾ നീ ദൈവത്തിന്റെ അല്ല മനുഷ്യന്റെ അത്ര കരുതുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വ്യക്തമായി മനസ്സിലാക്കുക, ഇരുട്ട് ഈ പറഞ്ഞ മാതിരി ഒന്നുകിൽ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചം. വെളിച്ചമില്ലെങ്കിൽ അവിടെ ഇരുട്ടുണ്ടാകും. ഇരുട്ട് അന്ധകാരത്തിന്റെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ മാനുഷികം എന്ന് പറയുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും സാത്താനികമായ സിസ്റ്റമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവികമായ സിസ്റ്റം അല്ലെങ്കിൽ ദൈവികമായ ആലോചന നമ്മൾ പ്രാപിക്കേണ്ടതിന്, അല്ലെങ്കിൽ അത് നമുക്ക് യഥാർത്ഥമായി റിസീവ് ചെയ്യേണ്ടതിന് നമ്മുടെ ഒരുക്കം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് 1 ശമൂവേൽ 3-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. 1 ശമൂവേൽ 3-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വയ്യാത്തവണ്ണം അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, മകനെ പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്ന് നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. എങ്കിലും ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാനതൊന്ന് എടുത്തു വായിച്ചത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ പദങ്ങളും ഓരോ വാക്യങ്ങൾക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്, അതിൻ്റെതായ ആഴത്തിലുള്ള അതിന് മീനിങ്സ് ഉണ്ട്, അതിന് ആഴത്തിൽ ഉള്ള ചില ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പിന്നെയും എടുത്തു വായിച്ചത്. ഈ വേദഭാഗത്തിലെ സ്റ്റോറി, അല്ലെങ്കിൽ എന്താ സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ശമൂവേൽ ബാലൻ, ആദ്യമായിട്ട് ശമൂവേൽ ബാലനും ദൈവവുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ നടക്കുകയാണ്. പക്ഷെ ശമൂവേൽ ബാലന് ഈ ഇൻട്രാക്ഷൻ അത് മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ വേദഭാഗം വായിച്ചതിൽ നിന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ശമൂവേൽ ബാലനെ മൊത്തം 4 പ്രാവശ്യം ദൈവം വിളിച്ചു. 4-ാമത്തെ പ്രാവശ്യമാണ് ശമൂവേൽ ബാലനോട് ദൈവം സംസാരിച്ചത്. അതിനു മുമ്പ് 3 പ്രാവശ്യവും ശമൂവേൽ ബാലനോട് ദൈവം സംസാരിച്ചില്ല. വിളിച്ചു, പക്ഷെ ആ വിളി അവിടെ വെച്ച് നിന്നുപോയി. എന്താണ് കാരണം? 4-ാമത്തെ പ്രാവശ്യം ഒരു കാര്യം നടന്നു. അതെന്താന്ന് വെച്ചാൽ, ശമൂവേൽ ബാലന്റെ ഭാഗത്ത് നിന്ന് ഒരു റിസപ്റ്റീവായിട്ടുള്ള, അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രതികരണം ശമൂവേൽ ബാലൻ പറഞ്ഞു.
അത് മാത്രമല്ലേ അവിടെ നടന്നുള്ളൂ. എന്നാൽ പിന്നെ യഹോവയ്ക്ക് ആദ്യത്തെ തന്നെ പറഞ്ഞ് ശൗമേലെ എഴുന്നേക്ക്, യെസ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞോ. നമ്മൾ ത്രൂ ഔട്ട് ബൈബിൾ പഠിക്കുമ്പോഴൊക്കെയും പലപ്പോഴും ദൈവം ഓരോ ദൈവത്തിന്റെ മക്കളോട് ഇടപെടുന്ന രീതി മുഴുവനായിട്ട് നോക്കിയാൽ, സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ, ദൈവം നമ്മളിൽ നിന്നൊരു പ്രതികരണം എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആ പ്രതികരണം കറക്റ്റ് അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ജീസസ്, ഹല്ലേലൂയ. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ശൗമേൽ ബാലനാണ്, അവനൊരു ഒരു പൈതലാണ്, അവനൊരു വളരെ ഫ്രഷ് ആണ്, അവൻ പ്രത്യേകിച്ച് ഒരു മുൻവിധിയോ ഒരു കാര്യവുമില്ല. പക്ഷെ എങ്കിൽ കൂടിയും ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രസക്തമായ ഒരു വചന സത്യമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ വചനം കേൾക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് യഥാർത്ഥമായി റിവീൽ ചെയ്യപ്പെടണമെങ്കിൽ ചില മാൻഡേറ്ററി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, മാൻഡേറ്ററി ആയിട്ടുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ സൈഡിൽ നിന്ന്, നമ്മുടെ പക്ഷത്തിൽ നിന്ന് ഇല്ലെങ്കിൽ, ദൈവത്തിന് നമ്മളോട് സംസാരിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടി ആ സംസാരം നടക്കാതെ പോകും, ആ ആലോചന പാസ് ഓൺ ചെയ്യാതെ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, അതെ ഹല്ലേലൂയ, അത് ശൗമേൽ ബാലൻ, ഞാൻ പറഞ്ഞ പ്രത്യേക മുൻവിധി ഇല്ലാത്തൊരു നിഷ്കളങ്കനായ ഒരു പയ്യൻ. യെസ്, ആ പയ്യനോട് ദൈവത്തിന് സംസാരിക്കണം. അതെ, 3 പ്രാവശ്യം വിളിച്ചപ്പോൾ അവന് മനസ്സിലായില്ല. അവൻ ഓർത്തു ഏലി പുരോഹിതനാ വിളിക്കുന്നതെന്ന് ഏലിയുടെ അടുത്ത് ചെന്നു. 3-ാമത്തെ പ്രാവശ്യം ഏലിക്ക് മനസ്സിലായി ഇത് യഹോവയാ. ഹല്ലേലൂയ. അപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപദേശം ഏലിയുടെ ഭാഗത്ത് നിന്ന് ശൗമേലിന് കൊടുത്തു. ഹല്ലേലൂയ. ഈ സാധനം ഉണ്ടല്ലോ, ആ ഏലി കൊടുത്ത ഉപദേശത്തിന് ഭയങ്കര പ്രാധാന്യമുള്ളൊരു ഉപദേശമാണ്. ഏലി എന്താ ഇവിടെ പറഞ്ഞത്? 9-ാം വാക്യം, ഏലി ശൗമേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. വെരി സിമ്പിൾ ആയിട്ടൊരു വാക്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ആ ഒറ്റ കാര്യമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ 3 പ്രാവശ്യവും യഹോവ വന്നിട്ട് സംസാരിക്കാതിരുന്നത് ഈ ഒരൊറ്റ പ്രതികരണം ശൗമേലിന്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തോണ്ടാ. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ, 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 പലപ്പോഴും ദൈവം നമ്മളോടൊക്കെ സംസാരിക്കും, ഇടപെടും എന്നൊക്കെ പറയുമ്പോൾ, കേൾക്കുമ്പോൾ, ഈ ദൈവമല്ലേ സംസാരിക്കാൻ പോണത്, ഈ ദൈവത്തിന് അങ്ങനെയൊക്കെ പറ്റുമോ? ഹല്ലേലൂയ. ഇങ്ങനത്തെ പ്രതികരണം പോയിട്ട് നമ്മൾ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് നമ്മളായിട്ട് ദൈവത്തോട് അപേക്ഷിച്ചില്ലെങ്കിൽ, താല്പര്യം കൊണ്ട് വരുന്ന ദൈവം പോലും ഫർദറായിട്ട് പറയാതെ പോകും. അപ്പോഴാണ് നമ്മളിങ്ങനെ മുഖം തിരിച്ചും ഈ ദൈവം ഇപ്പൊ അങ്ങ് പറഞ്ഞു തന്നെ, ഇവനോട് മാത്രമാണോ ദൈവം ഇടപെടുള്ളൂ, ഇവനോട് മാത്രമാണോ ഈ ദൈവം വല്ലതും പറയാൻ പറ്റുന്നു? പ്രിയ സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ ഈ ജന്മത്ത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കേൾക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഹല്ലേലൂയ. ആയുസ്സിൽ അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിക്കേ വേണ്ട. പകരം വചനം എങ്ങനെയാ പഠിപ്പിക്കുന്നത്, വചനം എങ്ങനെയാ കാണിച്ചു നൽകുന്നത്. യെസ്, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ആ ഏലി പുരോഹിതൻ വളരെ പ്രസക്തമായ ഒരു കാര്യമാ പറയുന്നത്. ഇനിയത്തെ പ്രാവശ്യം ഈ വിളി കേട്ടാ, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഹല്ലേലൂയ, ആമേൻ.
ഇപ്പോഴാണെങ്കിലും നമ്മുടെ ഒക്കെ ലൈഫിലാണെങ്കിലും ദൈവത്തിൽ നിന്ന് ഒരു 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 യഥാർത്ഥമായ ഒരു ബുദ്ധി കിട്ടണമെങ്കിൽ, ഒരു ജ്ഞാനം കിട്ടണമെങ്കിൽ, ഒരു അരുളപ്പാട് കിട്ടണമെങ്കിൽ, ഒരു യഥാർത്ഥ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. ദൈവമേ, അങ്ങേക്കിത് മനസ്സിലാ, അങ്ങേക്കിത് അറിയാം, അങ്ങേക്കറിയാം എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്, അങ്ങേക്കറിയാം റൈറ്റായ ഡിസിഷൻ, അങ്ങേക്കറിയാം റൈറ്റായ മാർഗം, അങ്ങേക്കറിയാം സത്യം. യെസ് ദൈവമേ, എന്നോടൊന്ന് പറയണമേ എന്നൊന്ന് ഉള്ളം തുറന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ദൈവം ഹല്ലേലൂയ യഥാർത്ഥമായ ഒരു ദൈവ പൈതലാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിൽ ഇരിക്കുന്ന ഐഡിയ പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. പക്ഷേ ഈ ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്ന് മസ്റ്റായിട്ട് വേണം. ആമേൻ. മോശയുടെ കാര്യത്തിൽ മുൾപ്പടപ്പിൽ പ്രത്യക്ഷനായപ്പോൾ ത്രൂ ഔട്ട് ബൈബിളിലൊക്കെ നോക്കിക്കോ, അടിയൻ കേൾക്കുന്നു, അരുളി ചെയ്യണമേ. ആ സമർപ്പണത്തോടെ, ആ വിനയഭാവത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുക എന്നുള്ളത് ദൈവത്തിൽ നിന്ന് കേൾക്കാൻ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. എങ്ങാനും അങ്ങനൊരു സംഭവം ഉണ്ടായില്ലെങ്കിൽ, അതായത് നമുക്ക് അതിനെ റിപ്പല്ല് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന, അതിനോട് പ്രത്യേകമായ മറുതലിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സംഭവം ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ഈ ഒരു ആൻസർ, അല്ലെങ്കിൽ ദൈവമേ എന്നോട് അരുളി ചെയ്യണമേ എന്നൊരു പ്രാർത്ഥന, ഒരു റിക്വസ്റ്റ് ഇല്ലെങ്കിൽ പോലും ദൈവം, അല്ലെങ്കിൽ ദൈവത്തിന് അത് പറയണം എന്നുണ്ടെങ്കിൽ പോലും ദൈവത്തിന് അത് പറയാൻ പറ്റില്ല. കാരണം ദൈവം എവിടെയും ഇടിച്ചു കയറുന്നൊരു ദൈവമല്ല, അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്ന ദൈവമാ. ഓ ഹല്ലേലൂയ. യെസ്, നമ്മൾ തന്നെ നമ്മുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കണം. യെസ്, ദൈവമേ അരുളി ചെയ്യണമേ, ദൈവമേ എന്നോട് സംസാരിക്കണമേ, ദൈവമേ എനിക്ക് കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു നൽകണമേ എന്ന് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ദൈവം പറഞ്ഞു തരും. ഹല്ലേലൂയ. ഈ ഒരു പോയിന്റ് ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ്. ഹല്ലേലൂയ. യെസ്, വെറുതെ ദൈവം ഇടിച്ചു കയറി പറയത്തുമില്ല എന്നുള്ള കാര്യം. രണ്ട്, നമ്മൾ ഹൃദയം തുറന്ന് ആ ദൈവത്തോട് അടിയൻ കേൾക്കുന്നു, ദൈവമേ അടിയനോട് ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിന് വ്യക്തമായി നമ്മളോട് എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും ആലോചന പറയാൻ പറ്റും, ഇപ്പോഴും പറ്റും. ആമേൻ. ഹല്ലേലൂയ. ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. അത് ആമേൻ. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. ഹല്ലേലൂയ. ഇത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഇനി നമ്മൾ ഈ വേദഭാഗം ഫർദറായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, കാരണം ഈ ദൈവം നമ്മളോട് ഇടപെട്ടേ പറ്റൂ, ദൈവം നമ്മളോട് യഥാർത്ഥമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ, ചില സ്പെസിഫിക് ആയിട്ടുള്ള തീരുമാനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വ്യക്തമായ ആശയം പറഞ്ഞു തന്നേ പറ്റൂ. ഹല്ലേലൂയ. അതിൻ്റെ കാര്യങ്ങളിലോട്ട് ഞാൻ വേഗം തന്നെ വരാം. ഹല്ലേലൂയ. കുറച്ച് കാര്യങ്ങളിലൂടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം, അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ ശൗമേലേ ശൗമേലേ എന്ന് വിളിച്ചു. അതിന് ശൗമേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഒറ്റ വ്യത്യാസമുള്ളൂ. ഇതുവരെ ശൗമേൽ അത് പറഞ്ഞില്ല. പക്ഷെ 4-ാമത്തെ പ്രാവശ്യം ഈ ഒറ്റ വാക്യം പറഞ്ഞു. എന്താണ്? അതിന് ശൗമേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ബാക്കി അത്രയും പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ദൈവം 11-ാം വാക്യം മുതൽ യഹോവ ശൗമേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവൻ്റെ മേൽ അത്യന്തം നിവർത്തിക്കും. അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായ്ക കൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയുടെ ഭവനത്തിൻ്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. ഈ വേദഭാഗം, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ദൈവികമായ ഒരു സിസ്റ്റം ഞാൻ ഒന്ന് ഓർപ്പിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പക്ഷെ പറയുന്ന കാര്യം നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. ഇവിടെ എന്താണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ? ഏലി പാപം ചെയ്തു എന്നെല്ലാം ദൈവം പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ
13-ാം വാക്യത്തിൽ പറയുന്നത്, അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഇത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ചില വാക്യങ്ങളാണ്. അതായത് ഇത് കേവലം ഒരു കുടുംബത്തിലെയോ അല്ലെങ്കിൽ കേവലം ഒരു അല്ലെങ്കിൽ ഏലിയുടെ പുത്രന്മാരെ വലിയ പാപം ചെയ്തു എന്നൊന്നും നമ്മൾ അങ്ങനെ ഒന്നും ലാഘവത്തോട് എടുക്കരുത്. ഇതൊരു എക്സാമ്പിളാണ്. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ദൈവം ഈ ഓരോ വിഷയങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോ വചനങ്ങളിലൂടെ മനസ്സിലാക്കി തരുന്നത്. ഇവിടെ സംഭവിച്ചത്, ഏലിയുടെ പുത്രന്മാർ ദുഷ്പ്രവൃത്തി, മോശം പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് അതിന് ശേഷം വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ എൻ്റെ പോയിന്റ് ഇതാണ്. ഇപ്പൊ ഇവിടെ ദൈവം ഏലിയുടെ മേൽ അല്ലെങ്കിൽ അവന്റെ ഭവനത്തിന്റെ മേൽ തന്നെ ചുമത്തുന്ന അലിഗേഷൻ, കുറ്റപത്രം, ഹല്ലേലൂയ, ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, അതായത് ദൈവത്തിൻ്റെതായ ഒരു റൈറ്റായ സിസ്റ്റം ഉണ്ട്. റൈറ്റായ സിസ്റ്റം ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് ദൈവം ഓൾറെഡി കൽപ്പിച്ചിരുന്നു. അതിവൻ അറിയാം. ഇവർ മോശമായി ചെയ്യുന്നതെന്നും അറിയാം. പക്ഷെ ഇവന്റെ പ്രശ്നം എന്താണെന്നറിയാവോ? ഇങ്ങനൊക്കെ നടന്നിട്ടും ഇവൻ അവരുടെ കൂട്ടത്തിൽ പോയിട്ട് അത് ചെയ്തു എന്നൊന്നും ഇവിടെ ദൈവം പറയണമൊന്നുമില്ല. പക്ഷേ പുത്രന്മാർ അങ്ങനെ ചെയ്തത് ശാസിച്ചമർത്തായിക കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഓർക്കും, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സഭയാവട്ടെ, കുടുംബമാവട്ടെ, നമ്മുടെ ജോലിയാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള പോസ്റ്റ് ആവട്ടെ, ദൈവം എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ച, ആത്മീയമോ ഭൗതികമോ എന്തും തന്നെ ആയിക്കോട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്യണം. അതിൽ ചിലപ്പോൾ അത് ഡീവിയേറ്റ് ചെയ്ത് പോകും. അതിനകത്ത് നമ്മൾ മാത്രമല്ല, നമ്മളെ ഏൽപ്പിച്ച സകല ജനങ്ങളും, അല്ലെങ്കിൽ ആ ടീം, അല്ലെങ്കിൽ ആ കുടുംബ അംഗങ്ങൾ, അല്ലെങ്കിൽ ആ സഭാ അംഗങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ മെമ്പേഴ്സ്, അവരെ ഏതെങ്കിലും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുവെങ്കിൽ അതിനെ ശാസിച്ചമർത്തേം റൈറ്റായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തന്നെയാണ് വചനം ഇവിടെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അത് ദൈവം അതിന് ഭയങ്കര വിലയിടുന്നുണ്ട്. ദൈവം അത് ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില വചന മർമ്മങ്ങളാണ്. ഹല്ലേലൂയ. നമ്മളെ ചിലപ്പോൾ സഭ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സുഖ സൗകര്യത്തിന്, അല്ലെങ്കിൽ നമ്മുടേതായ തടി കേടാവാതെ, അല്ലെങ്കിൽ പ്രശ്നത്തില്ലാതെ, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ, യെസ്, അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ഏലിയുടെ പ്രശ്നമാണ്, ഏലിക്ക് വന്ന സംഭവമാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. കാരണം ഹല്ലേലൂയ, ശാസിച്ചമർത്തേണ്ടടുത്ത് ശാസിച്ചമർത്തണം. കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതിൽ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം. ഹല്ലേലൂയ. ഇവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഹല്ലേലൂയ. അതെന്താണെന്ന് വെച്ചാൽ, ഏലിക്ക് ശരിക്കും പറഞ്ഞ ഏലിയുടെ മക്കളോട് വലിയ സ്നേഹമൊന്നുമില്ലായിരുന്നു. വലിയ സ്നേഹമൊന്നുമില്ലായിരുന്നു. അതായത് അല്ലെങ്കിൽ ദൈവത്തോട് പോലും അത്ര വലിയ സ്നേഹമോ സംഭവമോ ഉണ്ടായിരുന്നില്ല. ദൈവത്തോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം പറയുന്ന കൽപ്പന ഏലി പ്രമാണിച്ചേനെ. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതായത് ദൈവദൂഷണം പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ സിസ്റ്റത്തിന് നിരക്കാത്ത പാപങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ അവന്റെ ചെവിയിൽ കേട്ടിട്ട് ശാസിച്ച് അമർത്താൻ ഇവന് പറ്റിയില്ല. അവൻ അത് ചെയ്തില്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വെച്ച്, എന്തുകൊണ്ട് ചെയ്തില്ല? അവനത് എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം, ഏലിയുടെ പുത്രന്മാരുടെ പോയിന്റിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അപ്പൻ പറയുന്നത് കേൾക്കണമെങ്കിൽ ഒന്നാമത്തെ കാരണം അപ്പനോട് സ്നേഹമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇനി ഒരു വ്യക്തി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ, നടക്കുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അവൻ ചെയ്യണമെങ്കിലും
ഇവൻ തെറ്റായി പോയാൽ ഇവൻ നശിക്കും. അവൻ നശിക്കരുത്, അവൻ കറക്റ്റായിട്ടായിരിക്കണം എന്നുള്ള അവനോടുള്ള സ്നേഹവും ഒരു ബോധവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി അല്ലെങ്കിൽ മക്കളെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ ഒരു 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 ടോപ്പ് ഒരു ലീഡർ അവൻ്റെ മെമ്പേഴ്സിനെ ഉപദേശിക്കുകയോ ചെയ്യുള്ളൂ. ഹല്ലേലൂയ. ഇപ്പൊ ബേസിക്കലി ഫണ്ടമെന്റലി സ്നേഹത്തിന്റെ പ്രശ്നം അവിടെ ഉണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ. 2 തരത്തിലുള്ള സ്നേഹം വേണം. ആമേൻ. അപ്പന് മക്കളോട് സ്നേഹം വേണം, മക്കൾക്ക് അപ്പനോടും സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ ആമേൻ ഈ കറക്റ്റീവ് മെഷേഴ്സ് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോണില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചിന്താഗതിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഫണ്ടമെന്റലി ഇവിടെ ഇപ്പോൾ അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ താഴോട്ട് ഫർദറായിട്ട് വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം. അതായത് ഈ ശൗമേൽ എന്നിട്ട് അവസാനം ഇത് ഏലിയോട് പറയുന്നുണ്ട്. 17-ാം വാക്യം, അപ്പോൾ അവൻ, നിനക്കുണ്ടായ അരുളപ്പാട് എന്ത്? എന്നെ ഒന്നും മറയ്ക്കരുതേ. നിന്നോട് അരുളി ചെയ്ത സകലത്തിലും ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോടും തക്കവണ്ണം അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശൗമേൽ സകലവും അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. അപ്പോൾ അവൻ, യഹോവയല്ലോ, തൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇത് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ഘടകമാണ്. ഈ യഹോവയ്ക്ക് ഇവൻ അങ്ങ് നശിച്ചു പോട്ടെ എന്നാണ് ഇഷ്ടമെങ്കിൽ ഇവന്, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി നമ്മളിത് വായിക്കുമ്പോൾ ഓൾറെഡി ഏലിയോട് പറഞ്ഞിരുന്നു. ഇത് ശൗമേലിനോട് ആദ്യമായിട്ട് പറയുന്നതല്ല. ഏലിക്ക് അറിയാം, യഹോവയ്ക്കും താല്പര്യമില്ല, നിനക്ക് പ്രശ്നമുണ്ട്, ഇത് പിള്ളേരെ കറക്റ്റ് ചെയ്തേ പറ്റൂ, കാര്യങ്ങളെ കറക്റ്റായിട്ട് പോയേ പറ്റൂ എന്ന് ദൈവം തന്നെ പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോ ഇവിടെ ഈ അവസാനം ഏലി പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, യഹോവ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അപ്പൊ യഹോവയുടെ ആക്ച്വലി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവനും ഇവന്റെ കുടുംബം നശിച്ചു പോട്ടെ എന്നല്ലായിരുന്നു. യഹോവയ്ക്ക് ഇവർ രക്ഷപ്പെടണം എന്നായിരുന്നു. ഏലിയും അവന്റെ കുടുംബവും രക്ഷപ്പെടണം, ആ കറക്റ്റായ ട്രാക്കിൽ മാനസാന്തരപ്പെടണം, റൈറ്റായിട്ട് വരണം എന്നുള്ള ഉത്തരവാദിത്തം അവൻ്റെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തം അവൻ ചെയ്ത് ആ കാര്യം അത് കറക്റ്റായിട്ടാവണം എന്ന് തന്നെയായിരുന്നു യഹോവയുടെ ഇഷ്ടം. പക്ഷേ ഇവനത് എക്സിക്യൂട്ട് ചെയ്തില്ല, മനഃപൂർവ്വം അത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് അവൻ്റെ തലയിൽ ഇടുത്തി വീഴ്ത്തി. ഹല്ലേലൂയ. അവൻ്റെ കുടുംബം നശിച്ചു. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഫണ്ടമെന്റലി ദൈവനെ പഠിപ്പിച്ച ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അഭാവമാണ്. ഈ സ്നേഹം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ 2 രീതിയിൽ നടക്കത്തില്ല. ഈ പറഞ്ഞ ഈ ലീഡർക്ക് അവൻ്റെ മെമ്പേഴ്സിനോടും സ്നേഹം വേണം, അല്ലെങ്കിൽ അപ്പന് മക്കളോടും സ്നേഹം വേണം, മക്കൾക്ക് അപ്പനോടും സ്നേഹം വേണം. സ്നേഹത്തിലെ ഈ പറഞ്ഞ അനുസരണമോ സിസ്റ്റമോ ശാസനയോ ഒക്കെ നടക്കുള്ളൂ, അല്ലാതെ നടക്കത്തില്ല. അല്ലാതെ ആ സാധനം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പേടിപ്പിച്ചൊന്നും എത്ര നാൾ നിർത്താൻ പറ്റും? അതൊന്നും ഒരു ശാശ്വതമായ സൊല്യൂഷൻ അല്ല, ദൈവത്തിൻ്റെ ഒരു സിസ്റ്റവും അല്ല. ഹല്ലേലൂയ. അതിന് നമുക്ക് ഉറപ്പ് വേണമെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മനസ്സിലാവും. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിലെ ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ വായിച്ചു നോക്കാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് അതിനാൽ അറിയാം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഇത് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇവിടെ ഒന്ന് ആദ്യമായിട്ട് എഴുതിയേക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്, അവൻ്റെ കൽപ്പന പ്രമാണിക്കുന്നത് അവനെ സ്നേഹിക്കുന്നത്. അതായത് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൽപ്പനയെ പ്രമാണിക്കണം. അതൊരു ഫണ്ടമെൻ്റലാണ്. അപ്പോൾ ഈ കൽപ്പന എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുമ്പ് ശൗമേലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, അടിയനോട് അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ദൈവമേ എന്നോട് യഥാർത്ഥമായി ഇടപെടണമേ,
എനിക്ക് വ്യക്തമായി അങ്ങ് ഒരു ആശയം നൽകിയേ പറ്റൂ, പരിശുദ്ധാത്മാവിൽ വ്യക്തമായി നൽകിയേ പറ്റൂ, അല്ലെങ്കിൽ വചനത്തിൽ നൽകിയേ പറ്റൂ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് നൽകിയേ പറ്റൂ. കറക്റ്റായി എൻ്റെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് കറക്റ്റായി നൽകിയേ പറ്റൂ എന്ന് നമ്മൾ യഥാർത്ഥമായ ആവശ്യബോധത്തോടെ ചോദിച്ചാൽ ദൈവം ആൻസർ തരും. അതല്ല, യെസ് ഇങ്ങനൊരു സംഭവമില്ല, റിബല്യസ് ആയിട്ടോ അല്ലെങ്കിൽ മറുതലിച്ചോ അല്ലെങ്കിൽ യെസ് ഈ ദൈവമല്ലേ സംസാരിക്കാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ ആറ്റിറ്റ്യൂഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ജന്മത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ആവശ്യബോധത്തോടെ വചനത്തിന്റെ സിസ്റ്റം അനുസരിച്ച് യെസ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാണെങ്കിൽ യെസ് ആമേൻ അവനോട് ദൈവം സംസാരിച്ചിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു 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 കാര്യമാണ്. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടന്റ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ റെസ്പോൺസ് വളരെ ഇമ്പോർട്ടന്റാ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ. ഹല്ലേലൂയ. ദൈവം വെറുതെ ഇടിച്ചു കയറി ഒരു കാരണവശാലും സംസാരിക്കുമെന്ന് തോന്നല്ലേ. ഹല്ലേലൂയ. അല്ലെങ്കിൽ പിന്നെ സംസാരിക്കും, കായിനോടൊക്കെ സംസാരിച്ച പോലെ ഒരു സംസാരം സംസാരിക്കും. അതോടെ തീരുകയും ചെയ്യും. അപ്പൊ അതുപോലത്തെ അത് ഒറ്റ കൈക്ക് ദൈവം അത് ചില കാര്യങ്ങൾ ചില അതായത് ദൈവത്താൽ സെലക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ചില ആൾക്കാരോടൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ ഒരു തരത്തിലും ഒരു മാർഗവും ഇല്ലെങ്കിൽ ചിലപ്പോൾ ദൈവം ചില ഫോഴ്സ്ഫുള്ളി എടുത്തങ്ങ് സംസാരിക്കും. പക്ഷെ അതത്ര ശുഭമായിരിക്കില്ല. അങ്ങനെയല്ല എൻ്റെ ഒരു സിസ്റ്റം. ദൈവം എപ്പോഴും എല്ലാ മനുഷ്യർക്കും ഒരു ചാൻസ്, അവസരങ്ങൾ കൊടുക്കും. അതനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി ദൈവം മാക്സിമം ചാൻസ് തരും. അല്ലെങ്കിൽ നമ്മളപ്പോൾ ആ ഒരു ചാൻസിനെയൊക്കെ മാക്സിമം നമ്മൾ യൂസ് ചെയ്തോണം. ദൈവമേ എന്നെ കറക്റ്റ് ചെയ്യണമേ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇടപാടുകളിൽ വന്ന അറിവില്ലായ്മ എന്നോട് ക്ഷമിക്കണമേ, അല്ലെങ്കിൽ തെറ്റുകൾ, കുറ്റങ്ങൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാനിത് വചനം പഠിച്ച അല്ലെങ്കിൽ ദൈവനെ പഠിപ്പിച്ചതനുസരിച്ച് ആസ് ഓഫ് നൗ മനസ്സിലാക്കിയിടത്തോളം ഈ പറഞ്ഞ മനുഷ്യരൊക്കെ നമ്മൾ പാപം ചെയ്യുമ്പോൾ ഭയങ്കര ദുഷ്ടനാ, ഭയങ്കര പാപിയാണ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര കൊള്ളരുതാത്തവനാണ്, അവൻ്റെ സ്വഭാവം എന്താ, ഇതൊന്നും അല്ല കാരണം. വചനം അറിയില്ല, അല്ലെങ്കിൽ വചനം നമുക്ക് ഈ പരിജ്ഞാനം ഗ്രഹിക്കാത്ത ദൈവത്തിന്റെ ആ ഒരു സിസ്റ്റം മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ ഈ തെറ്റൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിത് പലതും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു ലെവലിലായി പോകും. കാരണം ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെയാ. ഇതൊക്കെ അതായത് സാത്താൻ നമ്മളെ ഈ പറഞ്ഞ പല തെറ്റായ ധാരണകൾ ധരിപ്പിച്ച് തെറ്റായ മാർഗത്തിൽ കൊണ്ടുപോയി നമ്മുടെ ഈ പറഞ്ഞ മാതിരി സ്പിരിറ്റിനെ അല്ലെങ്കിൽ നമ്മുടേതായ റൂഹേനെയൊക്കെ അവൻ കൺട്രോൾ ചെയ്ത് ഹൈജാക്ക് ചെയ്ത് പല തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിച്ചിട്ടാണ് അവൻ പാവം ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതേസമയം ദൈവത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ കേട്ടില്ലേ, ദൈവത്തിൽ നിന്ന് കേൾക്കണമെങ്കിൽ നമ്മൾ ഒരു ലിസണർ ആയിരിക്കണം, അല്ലെങ്കിൽ ദൈവം അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ഇല്ലെങ്കിൽ ദൈവം അവിടെ പറഞ്ഞു തരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. സാധാരണ അല്ലെങ്കിൽ ഒരു ആരോഗ്യകരമായ ക്രിസ്ത്യ ജീവിതത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ദൈവത്തിന് അതൊരു ആവശ്യമാണ്, അത് ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ്. അത് ഞാൻ ഇനിയും വേറെ വചനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എന്ന് വെച്ചാൽ ഏലി പുരോഹിതനും അവന്റെ പുത്രന്മാരുടെയും തമ്മിലുള്ള ആ ഇന്ററാക്ഷനിൽ പറ്റിയൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നം. അതായത് ഇവിടെ ദൈവം പറയുന്നു, ഏലി അവന്റെ ഉത്തരവാദിത്തം ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ അവന്റെ കുടുംബത്തെ നശിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എത്ര ശ്രദ്ധയോടെ, യെസ് നമ്മളെ ഏൽപ്പിച്ച കുടുംബം, നമ്മളെ ഏൽപ്പിച്ച ഓരോ വ്യക്തി ജീവിതങ്ങൾ, നമ്മളെ ഏൽപ്പിച്ച സഭ, നമ്മളെ ഏൽപ്പിച്ച ഓരോ ടീം, ഓരോ കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചാണ്. നമ്മൾ വെറുതെ കയറി ഏറ്റു കഴിഞ്ഞാൽ അത് വേറെ കാര്യം. അത് അത് പ്രശ്നമുള്ള. പിന്നെ എങ്കിലും ഞാനൊരു കാര്യം പറയാം. വചനം പഠിച്ച് അല്ലെങ്കിൽ വചനത്തിൽ എന്നെ മനസ്സിലാക്കിപ്പിച്ചതനുസരിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ നമ്മൾ ദൈവത്തോട് ചോദിക്കാതെ നമ്മൾ ചില വാക്കുകളോ പ്രോമിസുകളോ കൊടുത്താൽ അത് കൊടുത്തു തന്നെയാണ്. അത് പിന്നെ അത് ദൈവത്തിന്റെ ഹിതമല്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഹിതമല്ല ആക്ച്വലി. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ താല്പര്യം ഇല്ലായിരിക്കും. പക്ഷെ നമ്മൾ ദൈവത്തോടൊന്നും കൺസൾട്ട് ചെയ്യാതെ ചില വാക്കുകളോ ചില കോൺട്രാക്റ്റുകളിലോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലോ കയറി ഏൽക്കുകയോ ഇടപെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തോണം. അതാണ് എൻ്റെ ദൈവത്തിന്റെ സിസ്റ്റം. അതായത് ദൈവം നമ്മൾ വാക്ക് ഉവ്വ എന്ന് അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്നും തന്നെ ആയിരിക്കണം. അപ്പോൾ ഏറ്റവും നമ്മുടെ സേഫർ സൈഡ്, നമ്മൾക്ക് പരിക്ക് കൂടാതെ പോകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഇടപാടുകളിൽ ഇൻവോൾവ് ചെയ്യുന്നതിന് മുമ്പും ദൈവത്തോട് വ്യക്തമായ ആലോചന ചോദിച്ചിട്ട് ദൈവം പറയുന്ന ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. അതാണ് അതിൻ്റെ ആരോഗ്യകരമായ സിസ്റ്റം. അല്ലെങ്കിൽ വെറുതെ കൊടുക്കുകയാണ്. ദൈവത്തിന് അത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കയറി ഏറ്റു കഴിഞ്ഞാൽ വാക്ക് കൊടുത്താൽ മാറാമെന്ന് ദൈവം സമ്മതിക്കില്ല. നമ്മൾ ഇതിനു മുമ്പേ ഒരു 2-3 എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പെങ്ങാണ്ട് ഒരു ബൈബിൾ സ്റ്റഡി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്.
ചില കാര്യങ്ങൾ അതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി ചില വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, തെറ്റിക്കുന്നത്, ശൗല് ചില വാക്കുകൾ കൊടുത്തതും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും, അതിന് മുമ്പേ ഇസ്രായേലും ഈ പറഞ്ഞ മാതിരി യോശുവ കൊടുത്ത വാക്ക്, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ശൗല് കൊണ്ട് തെറ്റിച്ചത്, അതിനുശേഷം അത് ദാവീദിന്റെ കാലത്ത് പ്രശ്നമായത്, അതൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? അപ്പൊ അങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വാക്ക് വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പൊ ഇവിടെ പറയുന്ന പോയിന്റ് ഞാൻ ഓർപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ സ്നേഹത്തിൽ അത് ഹാൻഡിൽ ചെയ്യണം. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ, അല്ലെ യോഹന്നാന്റെ ലേഖനത്തിൽ, ഈ യോഹന്നാന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്ന ആ വാക്യങ്ങളൊന്ന് സൂക്ഷ്മമായി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇനി ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. അപ്പോ അതായത് നമ്മൾ എല്ലാ ദൈവമക്കളെയും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള എല്ലാ ആൾക്കാരെയും സ്നേഹിക്കേണ്ടവരാ. ആമേൻ. നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കേണ്ടവരാണ്. ഇനി നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവം മക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അപ്പൊ ഞാൻ പ്രാക്ടിക്കലി പിന്നെ ഞാൻ ഓർപ്പിക്കുന്നു, ഹല്ലേലൂയ, ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മെയിൻ ആയിട്ടുള്ള വിഷയം അല്ലെങ്കിൽ കൂടെ, ഈ അഗപ്പെ ലവ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം ഇതാണ്. നമ്മൾ ദൈവ കൽപ്പന അനുസരിക്കണം. കൽപ്പന ഇൻ ദ സെൻസ്, ദൈവം പറയും, ദൈവം ഇൻസ്ട്രക്റ്റ് ചെയ്യും, ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാതെ അത് നമ്മൾ അനുസരിച്ചോളണം. അങ്ങനെ നമ്മൾ അനുസരിക്കുമ്പോൾ നമുക്ക് സ്ലോലി ദൈവം തന്നെ ആ ഒരു ദൈവസ്നേഹം നമ്മളിൽ വർദ്ധിപ്പിച്ചു തരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതല്ലാതെ ദൈവസ്നേഹം വർദ്ധിക്കാൻ ഒരു മാർഗ്ഗവുമില്ല. ദൈവത്തെ കേൾക്കണം, ദൈവം പറയുന്നത് ചെയ്യണം. യെസ്, ആമേൻ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സ്ലോലി നമുക്ക് ആ ഒരു ദൈവസ്നേഹം വരും. കാരണം ദൈവത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും അവനെ ഭയപ്പെടുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ പറയുന്നത് കേൾക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പറയുന്നതൊന്ന് കേട്ടു നോക്കിയേ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അത് അഗപ്പെ ലവ് എന്ന് പറഞ്ഞ അൺകണ്ടീഷണൽ ലവ് ആണ്. അത് പ്രത്യേകിച്ച് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ്, നമ്മുടെ ഒരു സ്വഭാവം തന്നെ അങ്ങനെയായി മാറും. അത് പ്രത്യേകിച്ച് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ അവരെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന, യഥാർത്ഥമായി പുറമെ കാട്ടിക്കൂട്ടുന്ന സ്നേഹം, അല്ലെങ്കിൽ അവൻ എന്നെ സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കുന്ന സ്നേഹമൊന്നുമല്ല. അവൻ എന്നെ പ്രത്യേകിച്ച് ഒന്നും സ്നേഹിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവൻ എന്നെക്കുറിച്ച് എന്ത് ചതിച്ചാൽ പോലും യഥാർത്ഥമായി ദൈവസ്നേഹത്തിലുള്ള സ്നേഹം വരുന്ന ഉള്ളിൽ നിന്ന് വരണം. അത് പരിശുദ്ധാത്മാവ് നമ്മൾക്കത് ഉള്ളിൽ നിന്ന് തന്നെ തരണം. ആ തരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ പ്രൈമറി പടി എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തെ കേൾക്കണം. അതിനുശേഷം ഹല്ലേലൂയ അവൻ പറയുന്നത്, ഹല്ലേലൂയ, അത് കേൾക്കണം, അത് അവൻ പറയുന്നത് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ അഗപ്പെ ലവ് സ്ലോലി നമ്മളിൽ വരും. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഞാൻ ഏലി പുരോഹിതൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഈ സ്നേഹത്തിൻ്റെ അഭാവമാണ് ബേസിക്കലി അവരെ കൊന്നത്, അവരെ നശിപ്പിച്ചത് തന്നെ ഈ ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്രിസ്ത്യൻ ലൈഫിൽ, അല്ലെങ്കിൽ ഓരോ നമ്മുടെ കൂട്ടായ്മകളിലും, അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഫണ്ടമെന്റൽ ഡീപ്പായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സ്നേഹമില്ലായ്മയാണ്. അതായത് ഒരുത്തൻ നശിക്കുക, എനിക്കിപ്പോൾ എന്നാ, അവൻ നശിക്കുക, എന്നാന്ന് വെച്ച് ചെയ്യട്ടെ. പക്ഷെ അങ്ങനെ അങ്ങനെ ആറ്റിറ്റ്യൂഡ് എടുക്കുന്നവൻ ഇവന്റെ ലീഡറാണെങ്കിൽ അവന് നശിക്കുക എന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ഭയങ്കര പ്രശ്നമാണ്. സോ ബേസിക്കലി ഹല്ലേലൂയ, ദൈവത്തെ, ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ. ഇവിടെ എന്താ പ്രശ്നം? അവനെ കേൾക്കുന്നില്ല, അവന്റെ കൽപ്പന മനസ്സിലാവണില്ല. അതുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രോവർബ് സദൃശവാക്യങ്ങൾ 8-ാം അധ്യായത്തിലോട്ട് ഞാൻ ചില വാക്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിക്കലും ഗോപുരദ്വാരത്തെങ്കിലും ഘോഷിക്കുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ പറയുന്നു, ജ്ഞാനം, ദൈവത്തിൽ നിന്ന് വരുന്ന ഈ ജ്ഞാനം,
ഈ പറഞ്ഞ ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലെങ്കിൽ പല പാതകൾ വന്ന് കൂടുന്ന സ്ഥലത്ത് ഇവൾ ഉണ്ട്. ആമേൻ. അതുപോലെ ഏതെങ്കിലും ഒരു എൻട്രി പോയിന്റിൽ ഇവൾ ഉണ്ട്. ഈ ജ്ഞാനം അവൈലബിൾ ആണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്, നമ്മളെ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നു, പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എൻ്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവീൻ, മൂഢന്മാരെ വിവേക ഹൃദയരാകുവീൻ. അപ്പോ ഈ ജ്ഞാനം അവൈലബിളാ, പക്ഷെ ഇത് കേൾക്കാനാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ, കേൾക്കുവിൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കാം. അപ്പോൾ ദൈവം ജ്ഞാനം തരാൻ തയ്യാറാ, ദൈവത്തിന്റെ കൽപ്പന തരാൻ തയ്യാറാ, പക്ഷെ നമ്മൾ കേൾപ്പാൻ തയ്യാറാവണം. അടിയനോട് സംസാരിക്കണമേ, അടിയൻ കേൾക്കുന്നു, യഹോവ അരുളി ചെയ്യണമേ, കേൾപ്പീൻ. ഇവിടെ എഴുതിയേക്കുന്നു കേൾക്കുവീൻ. അപ്പൊ നമുക്ക് കേൾപ്പാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആലോചന കിട്ടുമോ? കിട്ടത്തില്ല, ഒരു കാരണവശാലും കിട്ടത്തില്ല. അപ്പൊ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഇനി 9-ാം വാക്യം, അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു. അതായത് ഈ ജ്ഞാനം പറയുന്ന കാര്യങ്ങളൊക്കെ ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാവുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലേഷനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ബേസിക്കലി ഇതാണ് എൻ്റെ ആശയം. നമുക്ക് ജ്ഞാനം വേണം. ദൈവമേ എന്നോട് സംസാരിക്കണമേ, എനിക്ക് ജ്ഞാനത്തിൻ്റെ ആത്മാവ് നൽകണം, എനിക്ക് പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് നൽകണം, എനിക്ക് ബുദ്ധിയുടെ ആത്മാവ് നൽകണം, എനിക്ക് വിവേകത്തിൻ്റെ ആത്മാവ് നൽകണമേ എന്ന്, അല്ലെങ്കിൽ ആ വിവേകത്തിൻ്റെ ഹൃദയം നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഓരോ വ്യക്തിയുടെ, ഓരോ വിശ്വാസിയുടെയും ഒരു ബേസിക് കടമ. അല്ലെങ്കിൽ ആ ഒരു സാധനം വേണം. ഈ സാധനം ഒന്നും ഇല്ലാതെ ഈ പറഞ്ഞ ജ്ഞാനം കേൾക്കുന്നൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ജ്ഞാനം പറയുന്നൊന്നും മനസ്സിലാവത്തില്ല. ഇനി ഈ 13-ാം വാക്യം നോക്കിയേ, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ആര് പകയ്ക്കുന്നു? ഈ ജ്ഞാനമായവൾ, അതായത് ഒരു സ്ത്രീയായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഈ പറയുന്നത്. ജ്ഞാനത്തിന് ചില കാര്യങ്ങൾ നമ്മളിൽ ഇഷ്ടമല്ല. അതെന്താന്ന് വെച്ചാൽ ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള നാവ്. ഈ വക സ്വഭാവം വെച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജ്ഞാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഞാൻ അതിൻ്റെ അടുത്തൂടെ വരില്ല. അതായത് നമ്മൾ അഹങ്കാരം വെച്ചാണെങ്കിൽ അഹങ്കാരം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വക്രതയുണ്ടെങ്കിൽ വക്രത വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ദുർമാർഗമാണെങ്കിൽ അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ദൈവം ഈ ജ്ഞാനം ഈ മനുഷ്യനൊന്നും അടുത്തൂടെ പോലും വരത്തില്ല. കാരണം ഇവിടെ എഴുതിയേക്കുന്നത് യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ സിസ്റ്റം അല്ല. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ നമ്മൾ അഹങ്കാരം കളയും. ദൈവമേ, നമ്മൾ താഴ്ത്തി കൊടുത്ത്, ദൈവമേ അവിടുന്ന് അങ്ങേക്കാ ബുദ്ധി, അങ്ങ് പറഞ്ഞതാ. യെസ്, എൻ്റെ ബുദ്ധി, യെസ് ഐ എം നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്. ഐ നീഡ് യുവർ ഗ്രേസ് ആൻഡ് ഐ നീഡ് യുവർ ബ്രില്യൻസ്. അങ്ങനോട് കാര്യങ്ങൾ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഒരു ശരിക്കുമുള്ളൊരു താഴ്മയോടെ ചെന്നാൽ മാത്രമേ അവിടെ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇനി 17-ാം വാക്യം നോക്കി, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ ജ്ഞാനം എന്നുള്ള ദൈവത്തിൽ നിന്നുള്ള ഒരു സിസ്റ്റം നമ്മൾ വളരെ സ്നേഹത്തോടെ, റെസ്പെക്റ്റോടെ നമ്മൾ അതിനെ കാണണം. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ സത്യവും എല്ലാം പെർഫെക്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ജാഗ്രതയോടെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ദൈവം നമ്മളോട് സംസാരിക്കണമേ, കാരണം ദൈവത്തിന് എല്ലാം അറിയാവുന്നത്. ദൈവം പറയുന്നത്, ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ദ വേ ഇൻ വിച്ച് യു ഷുഡ് ഗോ, ഐ വിൽ ഗൈഡ് യു വിത്ത് മൈ ഐ. അങ്ങനെയാണ് പറയുന്നത്. അതായത് നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പ്രാപ്തനാ ദൈവം. യെസ്, ആലോചന പറഞ്ഞു തരാൻ പ്രാപ്തനാ ദൈവം. പക്ഷെ നമുക്ക് കേൾപ്പാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് വേണമെന്നൊരു താല്പര്യമുണ്ടോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കിട്ടിയാലാണ് നമുക്ക് ഈ പറഞ്ഞ കൽപ്പനയൊക്കെ അനുസരിക്കാൻ പറ്റുള്ളൂ. കൽപ്പന അനുസരിച്ചാലേ നമുക്ക് സ്നേഹം കിട്ടുള്ളൂ. സ്നേഹം കിട്ടാതെ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്ത മണ്ഡലങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല ദൈവത്തിൻ്റെ ആത്മീയ സിസ്റ്റത്തിൽ പല ഘട്ടങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. അപ്പോൾ സ്നേഹിക്കണം, അതുപോലെ ജാഗ്രതയോടെ അന്വേഷിക്കണം. ഇനിയും 22-ാം വാക്യം നോക്കിയേ, യഹോവ
പണ്ട് പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആ വാക്യം ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. യഹോവ പണ്ട് പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. അതായത് ഈ ദൈവത്തിൻ്റെ ഫുൾ സൃഷ്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം തന്നെ ദൈവത്തിന് തോന്നി, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, അല്ലെങ്കിൽ അറിയാം, ജ്ഞാനം എന്നൊരു സാധനം വേണം, ജ്ഞാനം എന്നുള്ളൊരു ടൂൾ വേണം, ജ്ഞാനം ഒരു പ്രത്യേകമായ ആത്മാവിൻ്റെ ഒരു സവിശേഷത വേണം. എന്നാൽ മാത്രമേ ദൈവത്തിന് പോലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം ദൈവം ഉണ്ടാക്കിയ സാധനമാണ് ഈ ജ്ഞാനം, അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ ആരംഭമായി ഉണ്ടാക്കിയതായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ വാക്യങ്ങൾ, ആ ഒരു ബാക്കി മൊത്തം വായിക്കാനുള്ളതാണ്. നിങ്ങൾ വീട്ടിൽ പോയി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ വാക്യങ്ങളും വായിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് 32-ാം വാക്യം മുതൽ താഴോട്ട്, ആകയാൽ മക്കളെ എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ, എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കുവീൻ, അതിനെ ത്യജിച്ചു കളയരുത്. ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ എഴുതിയേക്കുന്ന ദിവസം പ്രതി. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി, ദൈവത്തിൽ നിന്നുള്ള കൽപ്പനയ്ക്ക് വേണ്ടി, ദൈവത്തിലുള്ള ഇൻസ്ട്രക്ഷന് വേണ്ടി നമ്മൾ കാത് ഓർത്തിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ രാവിലെ തന്നെ മടക്കണം. ദൈവമേ, ഇന്ന് എന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നടക്കുവാൻ ഉള്ള ആലോചന, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരണമേ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്കുള്ള മുഴുവൻ ഇൻസ്ട്രക്ഷൻ നൽകണമേ. ദിവസം പ്രതി, ദിവസം പ്രതി. യെസ്, ഹല്ലേലൂയ. അതിനുശേഷമുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയേക്കുന്നു, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അതായത് ജ്ഞാനം കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള അടുത്ത വാക്യം, എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു, എന്നെ ദേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ഇത് കവിഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പം യഥാർത്ഥമായി ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ദൈവത്തിന്റെ സിസ്റ്റത്തിൽ നമ്മുടെ ജീവിതം നയിച്ചില്ലെങ്കിൽ, എനിക്കാണ് ബുദ്ധി, എനിക്കാണ് കഴിവ്, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നത് മരണത്തെ സ്നേഹിക്കുന്ന, മരണത്തെ വിളിച്ചു വരുത്തുന്ന സിസ്റ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.